ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ +1 ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു വളരെ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ കോൺസെപ്റ്റാണ് മക്കളെ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഇത് ഓൾറെഡി നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്, എങ്കിലും ഇത് അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞുതരാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് ഡിസ്റ്റൻസ്. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. ലെറ്റ്സ് സേ ഒരു മനുഷ്യൻ എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് എ ആണ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോയി എന്ന് വിചാരിക്കാം. അദ്ദേഹം പോയത് എങ്ങനെയാണ്? അദ്ദേഹം പോയത് ഈ മഞ്ഞ ലൈനിൽ കൂടിയാണ്. ഓക്കെ, ഈ മഞ്ഞ ലൈൻ, ഇത് മതി, ഈ മഞ്ഞ ലൈനിൽ കൂടിയാണ് അദ്ദേഹം എയിൽ നിന്ന് ബിയിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ ഈ മഞ്ഞ ലൈനിന്റെ ലെങ്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ 6 മീറ്റർ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ്, ഇദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാന്ന് പറയാ? ഒന്നുമില്ല. എങ്ങനെയാണോ അദ്ദേഹം പോയത്, എയിൽ നിന്ന് ബിയിലേക്ക് ഈ മഞ്ഞ ലൈനിൽ കൂടിയാണ് പോയത്, ആ എയിൽ നിന്ന് ബിയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ച പാത, അതായതാണ് ഈ മഞ്ഞ കളറ്, ആ പാതയുടെ ലെങ്ത് എത്രയാ? 6 മീറ്റർ. ആ ലെങ്തിനെയാണ് നമ്മൾ വിളിക്കുക മക്കളെ എന്ത്? ഡിസ്റ്റൻസ്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് സിംപ്ലി 6 മീറ്റർ ആയിരിക്കും. ഇത്രയുള്ള സംഭവം. അതായത് എങ്ങനെയാണോ അദ്ദേഹം ആക്ച്വലി സഞ്ചരിച്ചത്, ആ പാത്തിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കേണ്ട. സോ ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്ത് ട്രാവൽ. എങ്ങനെയാണോ ശരിക്കും സഞ്ചരിച്ചത് ആ പാതയുടെ ലെങ്ത്, ആ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഡിസ്റ്റൻസിനെ നമ്മൾ സിമ്പിൾ വെച്ചിട്ട് കാണിക്കും. ഡി എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഡിസ്റ്റൻസ് കാണിക്കാറ്. അപ്പൊ ഡിസ്റ്റൻസ് ഡി വെച്ച് കാണിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എത്രയാ? 6 മീറ്റർ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്താ മക്കളെ? എ ആണ് ഇദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പൊസിഷൻ, ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ. ഫൈനൽ പൊസിഷൻ എന്താണ്? ബി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത്. ഓക്കെ, ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ലേ, ആ ഷോർട്ടസ്റ്റ് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുക. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഈ പിങ്ക് കളർ ആരോ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അത് 6 മീറ്റർ ഒന്നും വരില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഡിസ്പ്ലേസ്മെന്റ് ഒരു 4 മീറ്റർ ആയിട്ട് എടുക്കാം. 4 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. സോ ഈ ഒരു എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആയിട്ട് വരും? 4 മീറ്റേഴ്സ് ആയിട്ട് വരും. ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ സ്മോൾ എസ് ആയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ അയാൾ പോയി നോക്കേണ്ട ആവശ്യമില്ല, ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് അത് പിടിക്കുക, അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഡെഫിനിഷൻ നോക്കിയാൽ മനസ്സിലാവും. ഡിസ്പ്ലേസ്മെന്റ് അഥവാ മലയാളത്തിൽ പറയും സ്ഥാനാന്തരം. ഷോർട്ടസ്റ്റ് ലെങ്ത് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് എന്താണോ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെ അദ്ദേഹം ശരിക്കും സഞ്ചരിച്ച് നോക്കണ്ട, അത് ഡിസ്റ്റൻസ് നോക്കിക്കോളും. ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യലി ഫൈനലിൽ പിടിക്കുക, ഷോർട്ടസ്റ്റ് ലെങ്ത് പിടിക്കുക, അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ, പരീക്ഷയിലൊക്കെ വരാൻ സാധ്യതയുള്ള, പരീക്ഷയിലൊക്കെ ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളും വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചോദ്യം കണ്ടല്ലോ, ഞാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തം ട്രൈ ചെയ്യുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ ബാക്കിയുള്ള എൻ്റെ സൊല്യൂഷൻ കാണുക. ക്ലിയർ ആണല്ലോ മക്കളെ? ആ രീതിയിൽ തന്നെ ചെയ്യണം. സോ വീഡിയോ പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ സൊല്യൂഷൻ നോക്കാം. പോസ് ചെയ്താ ഓക്കെ. അപ്പൊ പോസ് ചെയ്ത് ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാം. A bus goes from A to B along the circle. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പോകണം. along the circle എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ മുകളിലൂടെയാണ്, സർക്കിളിന്റെ മണ്ടയിൽ കൂടിയാണ് ഇദ്ദേഹം പോകുന്നത്. What is the distance and displacement covered? അപ്പൊ ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എസ് വെച്ചിട്ടാണ് കാണിക്കുക കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. ഇനീഷ്യൽ പോയിന്റ് കണ്ടുപിടിക്കുക, അല്ലെ ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക, ഫൈനൽ പൊസിഷൻ കണ്ടുപിടിക്കുക, അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ടസ്റ്റ് ലെങ്ത് അങ്ങോട്ട് പിടിക്കുക. ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് പിടിക്കുക, അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യൽ ഇവിടെ, ഫൈനൽ എവിടെ, അല്ലേ? അപ്പൊ ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്ക് ഷോർട്ടസ്റ്റ് ലെങ്ത് പിടിക്കുക. അപ്പൊ ഈ നീല കളർ ആരോവിന്റെ ലെങ്ത് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. അത് എത്രയായിരിക്കും മക്കളെ? ഇത് 14, അതും 14, റേഡിയസ് 14, ആരം 14 അല്ലേ? 14 കൂടി ആഡ് ചെയ്താൽ 28 മീറ്റർ കിട്ടും. സോ ഈ ഒരു ചോദ്യത്തില് ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 14 + 14 = 28 മീറ്റേഴ്സ് ആയിരിക്കില്ലേ മക്കളെ ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് ആൻസർ കിട്ടി. ഇത്രയുള്ള സംഭവം, ഒരു ബുദ്ധിമുട്ടില്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇനി ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ആക്ച്വലി പോയത് ആ പാതയുടെ ലെങ്ത് ആണ്. എങ്ങനെയാണ് ആക്ച്വലി പോയത്? ആക്ച്വലി സഞ്ചരിച്ചത് ഇങ്ങനെയാണ്, ഈ സർക്കിളിന്റെ മണ്ടയിൽ കൂടി ഇങ്ങനെയാണ് പോയത്. അപ്പൊ ഇങ്ങനെയാണ് പോയെങ്കിൽ ആ പാതയുടെ ലെങ്ത്, അതായത് പച്ച കളർ ലൈനിന്റെ ലെങ്ത് ആണ് നമ്മുടെ ഇയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ്, ശരിക്കും സഞ്ചരിച്ച പാതയുടെ ലെങ്ത് ആണ്. അത് ഈ പച്ച കളർ പാത. അതെങ്ങനെ കിട്ടുക? മൊത്തം സർക്കിൾ ആയിരുന്നെങ്കിൽ അത് 2πr ആയിരുന്നേനെ. മൊത്തം സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ മൊത്തം സർക്കിൾ ആയിരുന്ന 2πr ആയേനെ. പക്ഷെ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ആയി പച്ച കളർ എത്രയേ ഉള്ളൂ? 2πr ഇത്. പക്ഷെ ആ 2πrന്റെ പകുതിയേ ഉള്ളൂ പച്ച കളർ.
സോ മൊത്തം സർക്കംഫറൻസ് 2πr നമുക്ക് വേണ്ട, അതിന്റെ പകുതി /2 മതി നമുക്ക് അല്ലെ. അപ്പൊ പച്ച കളറിന് കിട്ടും. കാരണം ഇത് മൊത്തം 2πr ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ 2πrന്റെ പകുതി വിച്ച് ഇസ് 2 കട്ട് ചെയ്താൽ πr കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. റേഡിയസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 14 മീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 14 മീറ്റർ. 7ഉം 14ഉം കട്ട് ചെയ്ത 22 2 ചെയ്ത് കഴിഞ്ഞാൽ 44 മീറ്റർ കിട്ടും. സോ ഈ ഒരു കേസിൽ ഈ ഒരു ചോദ്യത്തിൽ 44 മീറ്റർ ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ ഡിസ്റ്റൻസും സെയിം അല്ല, വേറെ വേറെയാണ്. അപ്പൊ എപ്പോഴും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആവണമെന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്, ഇത് ഡിസ്റ്റൻസ് അതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും അറിയേണ്ട എങ്ങനെയാണ് അദ്ദേഹം ശരിക്കും പോയെന്ന്. ഡിസ്പ്ലേസ്മെന്റ് ആകെ എന്ന് മാത്രമേ മാറ്റർ ചെയ്യുള്ളൂ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമേ അവൻ അറിയേണ്ടതുള്ളൂ. ഡിസ്റ്റൻസിന് ആക്ച്വലി അറിയണം ഏത് വഴിയാണ് അവൻ പോയത്, ആ പാതിന്റെ ലെങ്ത് തന്നെ ഡിസ്റ്റൻസ് വരുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് തലയിൽ കയറി വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക. വീഡിയോ പോസ് ചെയ്താൽ മക്കളെ ട്രൈ ചെയ്തു വിചാരിക്കുന്നു. ഓക്കെ, a bus starts from A and returns to A after covering the circle. അപ്പൊ എയിൽ നിന്ന് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിലേക്ക് വരികയാണ്. സർക്കിളിന്റെ മണ്ടേ കൂടിയാണ് പോകുന്നത്. ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, തിരിച്ച് എയിൽ തന്നെ എത്തുന്നു. ഓക്കെ, അങ്ങനെയാണ് ചോദ്യം. വാട്ട് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്? നമുക്ക് വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിച്ചു, ഇവിടെയാണ്. ഫൈനൽ പൊസിഷനോ? ഫൈനൽ പൊസിഷനും അവിടെ തന്നെയാണ്. ഇനീഷ്യലും ഫൈനൽ പൊസിഷനും സെയിം ആണ്, ശരിയല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയോ പോയി ഇവിടെ തന്നെ എത്തുന്നുണ്ട്. ഇനീഷ്യലും ഫൈനൽ പൊസിഷനും കണ്ടുപിടിച്ചു, അത് രണ്ടും ഒരേ പോയിന്റിലാണ്. അത് തമ്മിലുള്ള ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യലും ഫൈനലും ഒരേ സ്ഥലത്ത് തന്നെയാണ്, അവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് ഉണ്ടാവുമോ? ഒരേ പോയിന്റ് തമ്മിലുള്ള ലെങ്ത്, രണ്ട് ഒരേ പോയിന്റ് തമ്മിലുള്ള ലെങ്ത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ അങ്ങോട്ട് ഓടി, തിരിച്ച് ഇവിടെ തന്നെ എത്തുകയാണെങ്കിൽ എന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഡിസ്റ്റൻസ് ഉണ്ടാവും, അവിടെ പോയി തിരിച്ചു വന്നു, ആ പാത്തിന്റെ ലെങ്ത് ഉണ്ടാവും, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ആ ഒരു കാര്യം ഈ ചോദ്യത്തിലൂടെ മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഡിസ്റ്റൻസ് പക്ഷെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഡിസ്റ്റൻസ് എന്തായിരിക്കടോ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോയ പാതയുടെ ലെങ്ത്. ആക്ച്വലി പോയത് ഇങ്ങനെ പോയി മൊത്തം സർക്കിൾ അടിച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും ഡിസ്റ്റൻസ്, വിച്ച് ഇസ് 2πr. ഈ പച്ച കളർ ലൈൻ 2πr അല്ലേ? ഇനി ഇത് കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് πr ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. നേരത്തെ കേസിൽ πr എന്ന് പറഞ്ഞ സാധനമായിരുന്നു 44. അപ്പൊ 2πr എത്രയായിരിക്കും? 2 × πr എത്രയാണ്? 44 ആണ് നേരത്തെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പൊ വീണ്ടും കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. 44 2 88 മീറ്റേഴ്സ് ആയിരിക്കും ഈ കേസിൽ ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കേ 0 ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയിൽ വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് ഒരു അടിപൊളി ഒരു ഭീകര ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ട്രൈ ചെയ്തല്ലോ? ഓക്കെ. A bus goes from A to B along the circle. സെയിം ടൈപ്പ് ആണ്. വാട്ട് ഇസ് എ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്? അപ്പൊ എയും ബിയും ഇവിടെ കുറച്ചൊന്ന് മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. എ ഇവിടെയാണ്, ബി ഇവിടെയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് അലോങ് ദി സർക്കിൾ തന്നെയാണ് പോകുന്നത്. അപ്പൊ പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം. ഈ പച്ച കളർ ഈ ലൈൻ ആയിരിക്കും ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് അല്ലെ? ശരിയല്ലേ? ഇങ്ങനെയാണ് ഈ ബസ് പോകുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് അത്രയാണ് പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ പറഞ്ഞേ മക്കളെ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മൊത്തം സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. ആ 2πrന്റെ പകുതിയാണോ ഇത്? അല്ല. ആലോചിച്ച് നോക്കി. ഇത് ഒരു ഭാഗം, ഇത് അടുത്ത ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം, ഇത് നാലാമത്തെ ഭാഗം. അതായത് മൊത്തം സർക്കംഫറൻസിനെ 4 പാർട്ടായിട്ട് 1 2 3 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡിസ്റ്റൻസ്. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം സർക്കംഫറൻസിന്റെ 1 2 3 4 4 പാർട്സിൽ ഒരു പാർട്ടാണ്. സോ എനിക്ക് പറയാം നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം സർക്കംഫറൻസ് വേണ്ട, അതിലെ എത്രയാണ്? ഇൻറ്റു 1/4 എന്നോ അല്ലെ /4 എന്നോ ചെയ്യാം. മൊത്തം സർക്കംഫറൻസിനെ 4/1 നമുക്ക് വേണ്ടുള്ളൂ. ശരിയല്ലേ? ഇത്രയല്ലേ നമുക്ക് വേണ്ടിയുള്ളൂ? എടുക്കുക. അപ്പൊ 2πr എന്ന് പറഞ്ഞാൽ മൊത്തം സർക്കംഫറൻസ് /4 അല്ലെങ്കിൽ 1/4 × 2πr. എന്ത് ചെയ്താലും സെയിം ആണ്. മനസ്സിലാവുണ്ടോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ശരി. അപ്പൊ അത് മാത്രമേ നമുക്ക് വേണ്ടൂ, ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പൊ ആ 2πr /4 ചെയ്താൽ 2ഉം 4ഉം കട്ട് ചെയ്താൽ πr/2 കിട്ടും. വീണ്ടും 6ഉം π ഒക്കെ സെയിം ആണ്. സോ πr നമുക്ക് ഓൾറെഡി അറിയാം. നേരത്തെ ക്വസ്റ്റ്യൻ 44 ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത് മൊത്തം πr ചെയ്യണം. 22/7 × 6 അത് ചെയ്യണം. നമുക്ക് ഓൾറെഡി πr അറിയുന്നതുകൊണ്ട് 44 ആണ് πr നമുക്ക് അറിയാം. /2 ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ ഡിസ്റ്റൻസ് 22 മീറ്റർ എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റോ സർ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ കുറച്ച് നിങ്ങൾ
മാത്തമാറ്റിക്സ് കാര്യമാണ് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്തായിരിക്കും മക്കളെ? ഇനീഷ്യൽ ഇവിടെ, ഫൈനൽ ഇവിടെ. ഇനീഷ്യലിന് ഫൈനലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് ഞാൻ തിക്നെസ് ഒന്ന് കുറച്ചോട്ടെ. ഇനീഷ്യലിന് ഫൈനലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത് ഇതാണ് ഇവിടെ. ഓക്കെ, ഇതാണ് ഇനീഷ്യലിന് ഫൈനലിലേക്കുള്ള ഷോർട്ടസ്റ്റ് ലെങ്ത്. ആ ലൈനിന്റെ ലെങ്ത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? എന്തായാലും ഈ പച്ച കളർ 22 ആണ്, 22-നേക്കാളും കുറവായിരിക്കും ഇത്. പച്ച ലൈനിന് 22 ആണ്, ഇതുവരെ 20 അങ്ങനെ വല്ലതായിരിക്കും. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രയാങ്കിൾ കാണുന്നുണ്ടോ നോക്കിയേ. ഈ ഒരു ലൈന് ഞാൻ വരച്ചു, നേരെ തന്നെ വരയ്ക്കണം. ഈ ലൈൻ വരച്ചു, ഈ ലൈൻ വരച്ചു. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ പറയുക മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം? പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് 14 റേഡിയസ്, ഇതും റേഡിയസ് അല്ലേ, സോ അതും 14 ആയിരിക്കും. ഇത് റേഡിയസ് ആണ്, സോ ഇതും റേഡിയസ് ആയിരിക്കും. ഇതൊക്കെ റേഡിയസ് അല്ലേ, സർക്കിളിന്റെ റേഡിയസ് അല്ലേ, അപ്പൊ ഇതും 14 ആയിരിക്കും. നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് മക്കളെ? എസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ, ഈ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് ഹൈറ്റ്, ബേസും ഹൈറ്റും ഓക്കെ ഉള്ള ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി കഴിയും. അതെങ്ങനെ കണ്ടുപിടിക്കുക? പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാം മക്കളെ. നിങ്ങൾക്കറിയാം പൈത്തഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ്, 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്, മറന്നു പോരുത്. കണ്ടോ, ഇതിനെ 10ാം ക്ലാസ് പഠിക്കുന്നത്. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നിങ്ങൾ എങ്ങനെയോ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അതൊന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ ആലോചിച്ചു, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ എത്ര വരും? 14 സ്ക്വയർ വരും. ആൾട്ടിറ്റ്യൂഡ് എത്ര വരും? അതും 14 സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 14 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 2 14 സ്ക്വയർ അല്ലേ, സോ 2 × 14 സ്ക്വയർ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇതിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ റൂട്ട് 2 ഉണ്ടാവും ഇൻറ്റു റൂട്ട് ഓഫ് 14 സ്ക്വയർ ഉണ്ടാവും. ഈ സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് രണ്ടും കട്ടായി പോകും. സോ സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ സ്ക്വയറും റൂട്ടും കട്ടായിട്ട് 14 മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ ദി ആൻസർ വിൽ ബി റൂട്ട് 2 × 14. ഈ റൂട്ട് 2 × 14 നമ്മൾ എന്ത് എഴുതും? 14 റൂട്ട് 2 എന്ന് എഴുതും. 14 റൂട്ട് 2 മീറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ്. ആ ഹൈപ്പോട്ടിന്യൂസ് തന്നെയാണ് ഈ കേസിൽ, ഈ ഹൈപ്പോട്ടിന്യൂസ് തന്നെയല്ലേ ഈ കേസിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. സോ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്? 14 റൂട്ട് 2 ആണ്. റൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ 1.414 ഇട്ട് നോക്കിയാൽ 14 × 1.414 വല്ല 20 മീറ്ററോ അങ്ങനെ വല്ലതും കിട്ടും. ഓക്കെ, അതായിരിക്കും ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ? പരീക്ഷയിൽ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഈ ഒരു ചോദ്യം പരീക്ഷയിൽ ആക്ച്വലി വന്നൊരു ചോദ്യമാണ്, പബ്ലിക് പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റുകയാണ്, നിങ്ങൾക്ക് വേറെ ലെവലിൽ എത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസിന് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചോദ്യം വന്നാലും ഇനി ഉത്തരം പറയാൻ പറ്റും. കാരണം ഇതിന് മുകളിൽ ഇതിന് പുറമേ നിന്ന് വേറെ ചോദ്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചോദ്യം തന്നെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ കോൺസെപ്റ്റ് മനസ്സിലാവുകയും കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്തപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ് തലയിൽ ഉറച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മക്കളെ. ഓൾസോ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ഇതുപോലെ വേണ്ടത്, ഏതാണ് നെക്സ്റ്റ് സബ്ജക്ട് വേണ്ടത്, ഏതാണ് നെക്സ്റ്റ് ചാപ്റ്റർ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ ഈ ഒരു ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചെങ്കിൽ, ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് സെറ്റ് ആയെങ്കിൽ ആ ഒരു കാര്യം കൂടെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് സെറ്റ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒരു കമന്റും കൂടി ഇട്ട് വെക്കുക. ഓൾസോ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.